H1B വിസ പരിഷ്കരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ പരിഷ്കരണ സമ്പ്രദായം ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ്. നിലവിലിപ്പോൾ ലോട്ടറി സമ്പ്രദായമാണ് ഉള്ളത്. ഇത് മാറ്റി വെയിറ്റേജ് സെലക്ഷൻ കൊണ്ടുവരാനാണ് സാധ്യത. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇസത്ത് സുൽഫിക്കറാണ് വിവരങ്ങൾ നൽകുന്നത്. ഇസത്ത്, അങ്ങനെ ഇന്ത്യ അമേരിക്ക തർക്കം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് H1B വിസയുമായി ബന്ധപ്പെട്ട ചില പ്രഹരം കൂടെ ഇന്ത്യക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിന്മേലൊക്കെ വലിയ ചർച്ചയുണ്ടായിരുന്നു. വ്യാപാര കരാറിലും ഇതൊരു വലിയ ചർച്ചയായി തന്നെ കടന്നു വന്നു. ഇപ്പോഴുള്ള പരിഷ്കരണം അത് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുന്നതാണോ? എന്താണ് US നീക്കത്തിന് പിന്നിൽ? ജിൽസി, ഇപ്പോഴുള്ള ഒരു നീക്കത്തിൽ അത് ഇന്ത്യക്ക് അത്ര ഗുണകരമല്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ വിസയ്ക്ക് അപേക്ഷിക്കുന്നത് ഈ H1B വിസ വഴി അമേരിക്കയിലേക്കാണ്. ഇത്രയും നാൾ ഒരു ലോട്ടറി സമ്പ്രദായമായിരുന്നു. അതായത് അപേക്ഷിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലോട്ടറി സമ്പ്രദായത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരെയാണ് വിസയിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇനി മുതൽ വരാൻ പോകുന്ന ഈ പരിഷ്കരണത്തിലൂടെ വരാൻ പോകുന്നത് ഒരു വെയിറ്റേജ് സമ്പ്രദായമാണ്. അതായത് 4 ഘട്ടങ്ങളായി ഒരു വെയിറ്റേജ് സമ്പ്രദായം വച്ച വഴി ഇതിൽ നിന്നും കൂടുതൽ വൈദഗ്ധ്യമുള്ളവർക്കും അതുപോലെ തന്നെ കൂടുതൽ ശമ്പള നിരക്കുള്ളവരെയും തിരഞ്ഞുപിടിച്ച് ഈ വിസ പുതുക്കുകയും വിസയിലേക്ക് ഉൾപ്പെടുത്താനുമാണ് സാധ്യത. ഇത് ഇന്ത്യക്കാർക്ക് അത്ര നല്ല ഗുണകരമുള്ള ഒരു വാർത്തയല്ല. കാരണം കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ കണ്ടതാണ്, ഇത് ഇന്ത്യക്കാരെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജിൽസി.